എന്തുണ്ട് വിശേഷം? സുഖമാണോ? അങ്ങനെ അനീഷിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ കമ്പനി പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്, വണ്ടി വേറെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവനിവിടെ റിവേഴ്സ് ഇടാൻ കൊടുക്കുകയാണ്. ഈ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഇടാനൊക്കെ സമയം കിട്ടും. ഇവിടെ ഇനി അവർ വരാൻ ലേറ്റാകും, അതുകൊണ്ട് റിവേഴ്സ് ഇടാൻ വേണ്ടി കൊടുക്കുക. ഞാൻ ഇന്നൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അവ എത്ര സമയം കൊണ്ട് റിവേഴ്സ് ഇടുന്നു എന്നുള്ളത് നോക്കണം. അവിടെ 1-ാം നമ്പർ റാമ്പിലാണ് റിവേഴ്സ് വെക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം അവന് പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് എത്രത്തോളം അവൻ ക്ലിയറാക്കി ഇടുമെന്ന് നോക്കട്ടെ. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ കിടിലം വെയിൽ കാരണം എനിക്ക് തന്നെ ഒന്നും കാണാൻ വയ്യ. ഈ 1-ാം നമ്പറിലാണ് അവന് റിവേഴ്സ് വെക്കേണ്ടത്. അവൻ ചുമ്മാ ഫ്രണ്ട് എടുക്കുന്നത് എന്തിനാണെന്നൊന്നും അറിയില്ല. അവൻ്റെ ഐഡിയയിൽ ഞാൻ വിട്ടേക്കുകയാണ്. ഒറ്റയ്ക്കൊക്കെ എടുത്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. വീണ്ടും അവൻ ഫ്രണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് കിടത്തി ഓടിക്കുന്നു. എല്ലൊടിക്കും പോലെ ഓടിക്കണം. 1-ൽ വെക്കാൻ വേണ്ടി ഇപ്പം 3-ലോട്ടാണ് കയറിക്കൊണ്ടിരിക്കണത് അവൻ. വീണ്ടും നിർത്തി. അനീഷ നിർത്ത്, ഇറങ്ങ്, ഓഫേ. ഒന്ന് പറഞ്ഞു കൊടുക്കുക എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് ഉള്ളതേ. ഇറങ്ങി നോക്ക്. നിൻ്റെ അടുത്ത് എവിടെ വെക്കാൻ പറഞ്ഞു, എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇറങ്ങി നോക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇറങ്ങി നോക്കണം. അല്ലാണ്ട് ചുമ്മാ അവിടെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കമ്പനി അറിയും ഒരു റിവേഴ്സിന് എത്ര ടൈം എടുക്കുന്നുള്ളത്. ഇന്ന് കുറേ ഊപ്പാട് വിടും. മണ്ടൻ വേലകളാണ് കാണിക്കണത്. എന്തായാലും എത്ര നേരം കൊണ്ട് അവ ഇടുമെന്നൊക്കെ നോക്കണ്ടേ. ഇത്രയും ദിവസം വണ്ടിയിൽ നിന്ന് വന്നതിന് വല്ല ഐഡിയയും ഇവൻ പഠിച്ച് വെച്ചിട്ടുണ്ടാന്ന് നോക്കണ്ടേ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലേ
പുറത്തൊരു ലോറി കിടക്കുന്നുണ്ട്. ഇവിടെയെങ്കിലും ഒരു വണ്ടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഈ ഓട്ടം നമുക്കിനി കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ഈ ഓട്ടം ഇട്ട് തന്നേക്കുന്നതുകൊണ്ട് ഇവന് റിവേഴ്സ് ഇവിടെ ഇട്ട് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. അവ അതിനനുസരിച്ച് ചെയ്യേ ഉള്ളൂ. ഇതിപ്പോൾ ഇവൻ്റെ ഐഡിയയിൽ ആദ്യം കുറച്ച് ടൈം എടുത്തിരുന്നാലും അവൻ്റെ ഐഡിയയിൽ അവൻ ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഈസി ആയിക്കോളും. പെട്ടെന്ന് നൂത്ത് കൊടുക്കുന്നില്ല വണ്ടി. അതാണ് അവന് ചെറിയൊരു ഇതുള്ളത്. ഇപ്പം ഏകദേശം കറക്റ്റിന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോഴേ അവിടെ നിന്ന് പെട്ടെന്ന് നൂത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പൊസിഷനിൽ ശകലം ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. പക്ഷെ അവ എടുക്കാണ്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് വാല് വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് പോവുക. വീണ്ടും ഇപ്പുറത്ത് വന്ന വാല്. അപ്പോൾ അതവ ആ സമയത്ത് ഫ്രണ്ട് എടുക്കാൻ അത് പഠിച്ചോളൂ. ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ പഠിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ഓടിക്കാൻ പാടില്ല. വീണ്ടും ഓവറായിട്ട് ഓടിച്ചു. വീണ്ടും വണ്ടിയുടെ വാലിപ്പുറത്ത് ചാടും. അത് ഓടിക്കുന്നത് കൂടിപ്പോകും. വീണ്ടും അപ്പുറത്ത് പോയി. അത് പെട്ടെന്ന് തന്നെ നൂത്ത് കൊടുക്കുന്നില്ല. വീണ്ടും അപ്പുറത്ത് പോയി. പഠിച്ചോളും. ഇങ്ങനെ തന്നെ സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഇച്ചിരി പാടൊക്കെ തോന്നും.
അങ്ങനെ അനീഷ് ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് റിവേഴ്സ് റാമ്പിൽ റിവേഴ്സ് വെച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അവന് ഓരോ ഐഡിയകൾ കിട്ടിക്കോളും. ഒന്നും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവൻ്റേതായ ഓരോ ഐഡിയകൾ കിട്ടിക്കോളും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്നും പറഞ്ഞു കൊടുത്തിടാനേ പറ്റുള്ളൂ. ഇതിപ്പം ഇത്രയും നേരമായപ്പോൾ അവന് ഓരോ ഐഡിയ കിട്ടി. ആദ്യം ടൈം എടുക്കുമെങ്കിലും പിന്നെ ആയി വരുമ്പോഴത്തേക്ക് സംഭവം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് അനീഷിൻ്റെ റിവേഴ്സ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ആൾ വന്ന് സീൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വണ്ടി ഓപ്പൺ ആക്കുള്ളൂ. സീൽ ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഓക്കെ.